അമ്മയുടെ അമ്മയുടെയും ശിഷ്യയാണ് തീർച്ചയായിട്ടും. എന്നാലും ഇനിയും പറഞ്ഞില്ല ഫേവറേറ്റ് റെസിപ്പി. മാമ്പഴപ്പുളിശ്ശേരി അത് തന്നെ ഞാൻ പറഞ്ഞു. ഓണത്തിന് ഓണസദ്യയില് കിട്ടുകയാണെങ്കിൽ അതുണ്ടാക്കും. എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം അച്ചാറാണ് കേട്ടോ. ഏറ്റവും ഇഷ്ടം ആ മാങ്ങ ഫ്രഷ് ആയിട്ട് നമ്മൾ അന്ന് രാവിലെ ഉണ്ടാക്കില്ലേ, അരിഞ്ഞിട്ടിട്ട് കടുമാങ്ങ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അച്ചാറുകളൊന്നും വെറുതെ വിടില്ല. പക്ഷെ ഇതൊന്നും നമ്മൾ സിംഗേഴ്സിന് പാടില്ല എന്ന് പറയാറുണ്ട്. ആണ് അത് വിനീഗർ ചേർന്നതും അല്ലെങ്കിൽ പുളി കൂടുതലും എരിവ് കൂടുതലും. അതെ അതെ. അത് ആര് കയറിയണല്ല ഐസ്ക്രീമും ഒക്കെ കഴിക്കും. അതൊരു അഹങ്കാരമായിട്ടോ അങ്ങനെയല്ല സരിത. പക്ഷെ നേരത്തെ തൊട്ടേ അതിന് ശീലിച്ച് വന്നതുകൊണ്ട് ഇതുവരെ എനിക്കിപ്പോ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് പാടുന്നില്ലൊന്നും കുഴപ്പമില്ല. ചില ആളുകൾക്ക് ഐസ്ക്രീം അടുത്തൂടെ പോയാൽ മതി. അത് വളരെ സെൻസിറ്റീവായിട്ട് ശീലിച്ച് പോകുന്നത് കൊണ്ടാണ്. പിന്നെ ദാസരൊക്കെ ഒരുപാട് തപസ്യ പോലെ കുറേ കേട്ടാൽ അല്ല അതിന്റെ ഒരു ഗുണം എന്താ വെച്ചാല് അദ്ദേഹം ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ആസ്വദിച്ച് ജീവിതം കഴിച്ചുകൊണ്ട് നമ്മുടെ പാട്ടിനൊക്കെ ഉള്ളൊരു ലൈഫ് എത്രത്തോളം നമ്മുടെ തൊണ്ടയ്ക്ക് ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അത്രയും കാലം അദ്ദേഹത്തിന്റെ സംഗീതം കൂടെ നിൽക്കുന്നതും ഇതുപോലെയുള്ള ചിട്ടയുള്ള ഭക്ഷണക്രമങ്ങൾ ഉള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് അത്ര ക്ഷമയില്ല നമ്മുടെ ഒരു. അതെ അതെ തീർച്ചയായിട്ടും. എനിവേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ഒരു പാട്ടോടുകൂടി കിടക്കാം. ഓ ആയിക്കോട്ടെ. സംഗീത സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വാചകടി മാത്രമാണ് പാടാം. ഞാന് ഈ ഒരുപാട് എപ്പോഴും എല്ലാരും ഇത് ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ പാട്ടുകളൊന്നും ഇല്ലാതെ ഒന്നാനാ മൂഞ്ഞാൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടേ. അത് ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ എപ്പിസോഡിൽ അധികം ആളുകൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ ചേച്ചി ഒഴിവാക്കിയിട്ടുണ്ട്. അല്ല അങ്ങനെ വേണ്ടേ? അങ്ങനെ തീർച്ചയായിട്ടും ചേച്ചി ആ പാട്ടുകളും കൂടെ ഓർക്കാലോ എല്ലാവർക്കും. ഇങ്ങനെയും ഓണപ്പാട്ടുകൾ ഉണ്ടെന്ന് പലർക്കും അറിയില്ല. ഒന്നല്ല രണ്ടല്ല പൂപ്പൊലി ഒന്നാനാമൂഞ്ഞാൽ ഒരു പൂവിനൂഞ്ഞാൽ ഒന്നല്ല രണ്ടല്ല പൂപ്പൊലി അങ്ങോട് ഇങ്ങോട് ഉയരണി താഴണി പൂങ്കാവിൽ ഒന്നാനാമൂഞ്ഞാൽ ഒരു പൂവിനൂഞ്ഞാൽ ഒന്നല്ല രണ്ടല്ല പൂക്കണി. കണിയും ഒക്കെ നമ്മളിങ്ങനെ എന്താ പറയുക ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മുടെ സംസ്കാരമായിട്ട്. അങ്ങനെയൊക്കെ നമുക്ക് വാചകം പഠിക്കാം. ചേച്ചി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നീട് മറ്റൊരു കാര്യം ഓർക്കുന്നു. എത്രയോ ഭാഗ്യപ്പെട്ട സിംഗേഴ്സിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളാണ് ചേച്ചി. കാരണം ലെജൻസ് ആയിട്ടുള്ളവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അല്ലേ, ഇത്രയും വർഷമെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയുള്ളവരുടെ കൂടെ ഇരുന്ന് പാട്ട് പഠിച്ച് ലൈവ് ഓർക്കസ്ട്രയുടെ കൂടെ. അപ്പം ഈ ലൈവ് ഓർക്കസ്ട്രയിൽ ഇരിക്കുന്നതും എത്രയോ മഹാന്മാരായിട്ടുള്ള കലാകാരന്മാരാണ്. അപ്പം അവരുടെ കൂടെ ഇരുന്ന് പാടുകയും ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുകയും സ്റ്റേജിൽ പാട്ടുകൾ പാടുകയൊക്കെ ചെയ്ത ഭാഗ്യം നിറഞ്ഞ കലാകാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ചേച്ചി. അങ്ങനെ ലെജൻഡായിട്ടുള്ള മ്യൂസിക് കമ്പോസേഴ്സിൻ്റെയും സിംഗേഴ്സിൻ്റെയും കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നതിന് തന്നെ എനിക്ക് ഓരോ അവാർഡായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ MS വിശ്വനാഥൻ സാറിൻ്റെ കൂടെ ഒരു 3 സ്റ്റേജിൽ പാടാൻ പറ്റി. അത് അദ്ദേഹം അറിയാലോ, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന പാട്ടുകൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ സ്റ്റേജിൽ ലൈവായിട്ട് ഓർക്കസ്ട്രയിൽ പാടുക എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൻ്റെ നിർവൃതി, വീണ പൂവേ എല്ലാം ഭയങ്കര. പിന്നെ ടഫസ്റ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. വിഴിയെ കഥ എഴുത്, ആ പാട്ടൊക്കെ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത്, ഞാൻ കേൾക്കുന്നത്. എത്ര വർഷമായി ഈ പ്രോഗ്രാം? അദ്ദേഹത്തിൻ്റെ അവസാന സമയങ്ങളിലാണ്. ഒരു എന്ത് വന്നാലും ഒരു 10 വർഷത്തിന് മേലെയായി. അദ്ദേഹം സ്റ്റേജിലുണ്ടായിരുന്നു അതോ? അദ്ദേഹം സ്റ്റേജിൽ ഇരിക്കും, ഹാർമോണിയം വെച്ച് അദ്ദേഹം സ്റ്റേജിൽ ഫ്രണ്ടിൽ ഇരിക്കും. അപ്പോഴാണ് അദ്ദേഹം ഇത്രയും പ്രായമായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഒരു എനർജി ലെവലിൽ നമ്മൾ റിഹേഴ്സലിന് ആദ്യം മുതൽ അവസാനം വരെയും അദ്ദേഹം ആ ഒരു എനർജിയിൽ തന്നെയാണ് റിഹേഴ്സൽ ചെയ്യുന്നത്.
ഓരോ നോട്ടൊക്കെ എല്ലാം മെമ്മറിയിൽ ഉണ്ട്. അപ്പം നമുക്ക് BGM എല്ലാം അദ്ദേഹം കമ്പോസ് ചെയ്ത സോങ് ആണ് ഓഫ് കോഴ്സ്. പക്ഷേ എവിടെയും ഒന്ന് അയ്യോ അതെങ്ങനെ എന്നൊരു കൺഫ്യൂഷൻ ഇല്ല അദ്ദേഹത്തിന്. അപ്പം അത്രയ്ക്കും ഡെഡിക്കേഷനോടുകൂടി അദ്ദേഹം ഒരു റിഹേഴ്സൽ മുതൽ നിൽക്കുന്നത് കണ്ട് അതിൽ നിന്ന് നമ്മൾ പഠിക്കാനുണ്ട് ഒരുപാട്. ഇന്നിപ്പോൾ അങ്ങനെ കുട്ടികളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് മാതൃകയാക്കാൻ ഇന്ന് അങ്ങനെയുള്ള വേദികളുമില്ല. പാട്ട് അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് കുറേ പാട്ടുകൾ, പഴയ പാട്ടുകൾ, കമുകുറ ഫൗണ്ടേഷൻ, ഒത്തിരി പഴയ പാട്ടുകൾ, കമുകുറ സാറിൻ്റെ ആ സമയത്തോട്ടുള്ള പാട്ടുകൾ പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് ലിസ്റ്റ് തരുമ്പോൾ അവർ തരുമല്ലോ. അങ്ങനെ കുറേ പഴയ പാട്ടുകൾ. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള കലാകാരന്മാരിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ തിരുവനന്തപുരത്ത് സാംസ്കാരിക സംഘടനകൾ ഇതുപോലെയുള്ള പ്രോഗ്രാംസ് ഒരുപാട് ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പൊ കുറെ ഇതുപോലെ നമ്മൾ ഓർക്കേണ്ട അല്ലെങ്കിൽ പാടാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെ തപ്പിയെടുത്ത് പഠിക്കുക എന്ന് പറയല്ലേ. ആണ് ആ പാട്ടുകൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഈ പാട്ട് എനിക്ക് അറിയാമെന്ന്, അതൊക്കെ അറിയാം അല്ലേ, എനിക്കൊരു ആവശ്യം വേണ്ടി വന്നതുകൊണ്ട് തന്നെയാണ് ഞാനത് പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ അറിയില്ലല്ലോ അത്. അപ്പം അങ്ങനെയുള്ള സ്റ്റേജ് പ്രോഗ്രാംസ് അല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അതും ഒരു റീസൺ ആണ് കുട്ടികൾക്ക് പഴയ പാട്ടുകളിലേക്ക് പോകാനും. അത് മാത്രമല്ല ചേച്ചി, ഇപ്പോൾ പിന്നെ ഇവര് അൺപ്ലഗ്ഡ് വേർഷൻ അല്ലെങ്കിൽ റീമിക്സ് വേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ പാട്ടുകൾ പുതിയ രീതിയിലൊക്കെ പാടുന്നു. അതിന് ഒരുപാട് ആരാധകരുണ്ട്. ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? യോജിപ്പില്ല ഇല്ല. കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ കമ്പോസേഴ്സിന് അറിഞ്ഞുകൂടാത്ത ഒന്നുമല്ല ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്ത് പുതിയ രീതിയിൽ അതിനെ ആക്കുന്നതിനോട് അതിനത് മതി. അവർ കമ്പോസ് ചെയ്ത ആ പാട്ടിന് അതിൻ്റെ ഭാവവും വോട്ടെവർ ഇറ്റ് ഈസ് അവർ കൊടുത്ത അത് മതിയാകുമല്ലോ. അതിനായിരിക്കുമല്ലോ അവരങ്ങനെ ചെയ്തിരിക്കുക. അപ്പോൾ അതിനെ വല്ലാണ്ട് മാറ്റിയൊക്കെ ഇടയ്ക്കൊക്കെ വല്ല എന്തെങ്കിലും ഒരു ചേഞ്ച് എന്നാ പോലും ഇംപ്രവൈസേഷൻ ഇസ് ഓക്കെ, പക്ഷേ ആ പാട്ടിന്റെ കൾച്ചർ തന്നെ മാറ്റി അതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ എന്നാലും സരിത സ്റ്റേജിൽ ഞാൻ കൂടുതലും പഴയ പാട്ടുകളാണല്ലോ, മെലഡിയാണല്ലോ പാടുമ്പോൾ അവിടെ നമ്മൾക്ക് അതെന്താണോ അവർ ചെയ്തിരിക്കണം അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കേൾക്കാൻ, അറ്റ്ലീസ്റ്റ് ശബ്ദം പോലും അങ്ങനെ മിമിക് ചെയ്ത് കേൾക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഒരു 10-15 വർഷം മുമ്പൊക്കെ ഞാനും ചെറിയ പ്രായത്തിൽ തൊട്ട് സ്റ്റേജുകളിൽ പാടുന്ന ഒരാളാണ്. ആ സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാണെന്നറിയാമോ, ഒരു പാട്ട് അതുപോലെ അല്ലേ നമ്മൾ പകർത്തുക എന്നുള്ളത്. അതുപോലെ പാടി കേട്ടോ സംഗതീസ്, അതായത് ഓരോ ലൈനിലും ഇപ്പൊ ചിത്ര ചേച്ചി, ജാനകി അമ്മയൊക്കെ ഇംപ്രവൈസേഷൻ ഉണ്ടാവും. പല്ലവി ചരണം കഴിഞ്ഞിട്ട് അടുത്ത പല്ലവി പാടുമ്പോഴൊക്കെ സംഗതീസിന് വ്യത്യാസമുണ്ട്. അത് നമ്മളില്ലേ സ്കെയില് വെച്ച് അളന്ന് പഠിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതുപോലെ നമ്മൾ എങ്ങനെയാണ് അത്, ഞങ്ങള് സ്ക്രിപ്റ്റ് വെച്ചാണ് പാടുന്നല്ലേ. തീർച്ചയായിട്ടും. അതല്ലാതെ ആ ഡയറി ഒന്നും അതിനകത്ത് അത് കണ്ട ചിരി വരില്ലേ, നമ്മുടെ ബുക്ക് കണ്ട എന്തൊക്കെ സിമ്പിൾസ് ആണ്. നോട്ടേഷൻ മാത്രല്ല, കുറെ സിമ്പിൾസ് നമ്മൾ നമ്മുടേതായി തന്നെ ഡെവലപ്പ് ചെയ്ത സിമ്പിൾസ്. അത് ഞാൻ എന്റെ കുട്ടികൾക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നിങ്ങൾ ഈ പുസ്തകം കണ്ടാൽ നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, വേറെ നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പൊ അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്ത് പാടി കേൾക്കാനാണ് ഈ പാട്ടുകളോട് ജനത്തിന് പുതിയ പാട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും സിനിമയിലോ അല്ലാണ്ടെയോ ഒക്കെ പാടാൻ കിട്ടുമ്പോൾ നമ്മളുടേതായ ഒരു കഴിവ് അവിടെ കാണിക്കാമെന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. കുട്ടികളെല്ലാവരും കൂടെ എന്നെ തല്ലിക്കൊല്ലും. പക്ഷെ വേറൊന്നുണ്ട്, നമ്മൾ ഈ പറഞ്ഞ സമയത്തുള്ള പാട്ടുകളാണ് ഇപ്പോഴും കുട്ടികൾ പാടുന്നത്. അത് കറക്റ്റ് അല്ലേ. ഒരു പാട്ട് ഒരു റിയാലിറ്റി ഷോയോ അല്ലെങ്കിൽ ഒരു മത്സരമോ അല്ലെങ്കിൽ 10 പേരിരിക്കുമ്പോൾ ഒരു പാട്ട് പാടൂ എന്ന് പറഞ്ഞാൽ ആരും ഇപ്പോഴത്തെ പാട്ടൊന്നും പാടുന്നില്ല. ഇല്ല. അതിന് ഞാനിട്ട് പാച്ചിനോട് ഇടയ്ക്ക് വഴക്കുണ്ടാകും. എല്ലാം നമ്മുടെ പാട്ടുകളും പുതിയതായിട്ട് സിനിമയിലേക്ക് എടുത്തു, അതിനൊക്കെ ഞങ്ങളുടെ പാട്ട് വേണമല്ലേ നിങ്ങൾക്ക്. പുതിയ ജനറേഷൻ പഴയ ജനറേഷനും വീട്ടിലാണ് ഈ പാച്ചു എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ, മാധവൻ എന്നാണ് കുറെ സിനിമകളിലൊക്കെ പാടിയ യുവതലമുറ ഗായകനാണ്. അപ്പൊ അവന്റെ വിശേഷമൊക്കെ പറഞ്ഞു. അവന്റെ വിശേഷം, അവനിപ്പോ ഒരു പാച്ചു ആൻഡ് ദ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ബാൻഡ് സെറ്റ് ചെയ്തു. അത് കുറേ നാളുകൊണ്ട് ഇത് സെറ്റ് ചെയ്തു. അതിൻ്റെ ഒരു ട്രയൽ പ്രോഗ്രാം കഴിഞ്ഞു. സ്കൂളിലായിരുന്നു, ബദനി സ്കൂളിൽ. നന്നായി പോയി. അത് ഓഡിയൻസ്, ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ്, ഞാൻ ഒരു ഉപദേശം മാത്രമേ അവന് കൊടുത്തുള്ളൂ.
പ്രീത PV സ്റ്റേജിൽ നിന്ന് പാടുന്നത് പോലെ നീ പാടുകയേ വേണ്ട, ഇവിടെ ആർക്കും കേൾക്കണ്ട നിന്നെ അങ്ങനെ. കാരണം ഞാൻ പാടാൻ പറഞ്ഞാൽ അവൻ ചെയ്യില്ല. ഇല്ല, അത് ആളിത്തിരി ഹൈപ്പറാണ്, കാലിൽ ചക്രം ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാം. അപ്പം അതുകൊണ്ട് അത് ഇപ്പോഴത്തെ ജനറേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് സംസാരിക്കാനാണെങ്കിലും ഒക്കെ ഓഡിയൻസുമായിട്ട് അങ്ങനെ അവൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം ഈ ഉടനെ തന്നെ 2 ദിവസത്തിനകത്ത് തന്നെ അതിൻ്റെ ഒരു ടീസറും നല്ല രീതിയിൽ റീൽസും ഒക്കെ ആയിട്ട് നമ്മൾ രംഗത്ത് വരിക. ബെസ്റ്റ് വിഷസ്. ഇവിടെ മാധവനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. നമ്മുടെ കുട്ടിയാണ്. അവൻ ആദ്യം അഭിനയിച്ച സിനിമ ഏതായിരുന്നു? രൗദ്രം. രൗദ്രത്തിന് മമ്മൂട്ടിയുടെ മകനായിട്ട് വന്ന ബാലതാരമാണ്. ആൾക്ക് ഇപ്പോഴും അഭിനയം പാഷനാണ്. എനിക്ക് തോന്നി പല വിധത്തിലും ട്രൈ അവന്റെ റീൽസ് ഒക്കെ കാണുമ്പോ എനിക്ക് ഇല്ലേ ഉണ്ട്. പക്ഷേ സരിത ഈ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുമ്പോഴേ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 എണ്ണം മതി. ഒന്നുകിലിത് ഒന്നുകിലത്. ഇത് അഭിനയം, പാട്ട്, ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇൻസ്റ്റയിൽ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ കുറെ ആ രീതിക്കും കുറെ സംഭവങ്ങൾ, ആഡ്സ് ഒക്കെ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ നിൽക്കാനാണ് മൂപ്പർക്ക് ഇഷ്ടമല്ല. പഠിച്ചു കഴിഞ്ഞ് ഇനി ഒരു ജോലി അതിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല. എല്ലാം അതിന്റെ സമയം സംഭവിക്കും. അല്ല, മൂപ്പർക്ക് താല്പര്യം ഇങ്ങനെയുള്ള അവൻ എത്ര സിനിമകളിൽ പാടി മാധവൻ? അവൻ 3 സിനിമയിലാണ് പാടിയ. അത് ഒന്ന് ഹേ ജൂഡ്, ഫസ്റ്റ് ചാൻസ് ഗോപി സുന്ദറാണ് കൊടുക്കുന്നത്. പിന്നെ മറ്റേ നക്ഷത്രക്കുടിൽ, അയ്യോ എനിക്ക് ആ പേരറിയത്തില്ല, ദീപക് ദേവിൻ്റെ ഒരു പാട്ടാണ് പാടി. പിന്നെ മോഹൻ സിത്താരയുടെ മകൻ മ്യൂസിക് ചെയ്ത് ഒരു, അത് ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. എനിവേ എന്തായാലും പ്രമുഖരായ സംഗീത സംവിധായകരുടെ പാട്ട് തന്നെ പാടിയില്ല. അതായത് ഹേ ജൂഡ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾ പാടുന്നൊന്നും എനിക്ക് അത്ര അറിയില്ലായിരുന്നു കേട്ടോ സരിത. ഇയാള് ബാത്റൂമിലൊക്കെ എങ്ങനെ ഇയാളെന്ന് പറയുന്നത് ബാത്റൂമിലൊക്കെ പാട്ട് പാടി. അപ്പോൾ ഒരു ദിവസം ഈ ഇങ്ങനെ യോഡ്ലിംഗ് ഒക്കെ ചെയ്ത് പാടുന്നതും അതൊക്കെ ഇച്ചിരി ടഫാണല്ലോ. അപ്പം നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ, ഓഫ് കോഴ്സ് ഹിന്ദിയിലും വെസ്റ്റേൺ മ്യൂസിക്കിലും ഒക്കെ നല്ലോണം ഉണ്ട്. പക്ഷെ അപ്പം ഇതിങ്ങനെ ചെയ്ത് പാടുന്നത് കേട്ടു. ഡെസ്പെസിറ്റോ ആണ് ആള് പാടിയത്. അപ്പം ഞാൻ ഇത് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് കേൾക്കാം എപ്പോഴെങ്കിലും ഒക്കെ. റെക്കോർഡ് ചെയ്ത് നന്നായിട്ട് പുറത്ത് വന്നപ്പോൾ എന്നാൽ പിന്നെ ഇപ്പോൾ എല്ലാവരെയും ഒന്ന് കേൾപ്പിക്കാം, ആ ആഗ്രഹം തീരുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ കോൺടാക്ട്സിൽ പലരും ഉണ്ട്, എല്ലാവർക്കും അയച്ചു കൊടുത്തു. അപ്പോൾ അതിൽ ഗോപി സുന്ദർ ഇതിന് ഹേ ജൂഡിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ശ്യാമപ്രസാദ് സാറും ഇതുപോലെ പുതിയ ആൾക്കാരെയൊക്കെ, അപ്പോൾ ഇവൻ +2 പഠിക്കുക. അപ്പോൾ അവനെ ഒന്ന് പാടിക്കാം, ഒന്ന് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പോൾ പാടി കഴിഞ്ഞിട്ട് നേരിട്ട് തന്നെ ഗോപി സുന്ദർ എങ്ങനെയുണ്ട്, ഇത് കൊള്ളാമോ, ഇഷ്ടമായി, ഇത് ശരിയോ വളരെ അവൻ അറിഞ്ഞൂടെ. അപ്പം ഞാൻ മോനെ ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. എന്തായാലും അത് അവർക്ക് ഇഷ്ടമായി, സ്ട്രെയിറ്റ് ആക്കി. വീണ്ടും ഈ പോസിറ്റീവുകളൊക്കെ നിറഞ്ഞ ഈ കാലഘട്ടത്തിലേക്ക് വീണ്ടും വരാം. ഓണക്കാലമാണ് ചേച്ചി. അടുത്ത പാട്ട്, ഓണപ്പാട്ട് ഇനിയിപ്പോൾ ഏതാ പാടുക? നമ്മൾ സ്ഥിരം പാട്ടുകളായിക്കോട്ടെ. തിരുവോണപ്പുലരി പാടാതെ എനിക്ക് പറ്റില്ല. പാടാം. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ശരിക്കും ഈ പാട്ട് ഇനി എന്താ പറയാ, ഡെയിലി നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് അപ്പോഴെല്ലാം ഓരോ സിംഗേഴ്സ് വന്ന് പാടിയാലും ഇത് മടുക്കില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മള് ആ ഏർലി മോർണിംഗിൽ നമ്മളൊക്കെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോയി, അല്ലെങ്കിൽ പൂക്കളമൊക്കെ ഇട്ട് നമ്മൾ സദ്യക്ക് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു, നമ്മളതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഒരു ഫീല് കൊണ്ടുവരാം. അതാണ് അന്നത്തെ പാട്ടിന്റെ ഒരു പ്രത്യേകത. ഇനിയും അന്നത്തെ കാലത്തിലേക്ക് തന്നെ പോകാം ചേച്ചി. ഇപ്പം നമ്മൾ ജനറേഷൻ്റെ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചേച്ചിയുടെ ആ പാടി തുടങ്ങിയ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ചേച്ചി ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത്, അല്ലെങ്കിൽ ഈ സംഗീതം തന്നെയാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ തോന്നിയ ഒരു സമയമുണ്ടല്ലോ. അപ്പം ആ ഒരു കാലത്തെക്കുറിച്ചൊന്ന് ഓർക്കാമോ? സരിത അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ലക്ഷ്യമില്ലാതെ പഠിച്ചു.
എൻ്റെ BSc സുവോളജി, പിന്നെ ഹിന്ദി MA ചെയ്യും. ചേച്ചി നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്നു. എനിക്ക് ഇഷ്ടമാണ് ഹിന്ദി, ഭയങ്കര എന്താ അറിയോ അങ്ങനെ ഒരു ഇഷ്ടം വരാൻ കാരണം അച്ഛനും അമ്മയും ബോംബെയിൽ ഥാനയിലായിരുന്നു അവർ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ കുഞ്ഞിലെ ഇവർ തമ്മിലൊക്കെ ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു കൗതുകം, അറിഞ്ഞുകൂടാത്ത ഒരു ലാംഗ്വേജ്. പിന്നെ പതുക്കെ ചാനൽ ദൂരദർശൻ വന്നപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലമാണ് ഞാൻ പറയണത്, അതിൽ ഹിന്ദി കേൾക്കുന്നു, മലയാളം അല്ലാതൊരു ലാംഗ്വേജ് പിന്നെ നമ്മൾ കേൾക്കുന്നത്. അപ്പം ഭയങ്കര ഒരു എന്തോ ഒരു ഇഷ്ടം അതിനോട് തോന്നി. പിന്നെ ഫിലിംസ് വാച്ച് ചെയ്യുമ്പോൾ അന്നൊന്നും പഠിക്കണം എന്നൊന്നും അങ്ങനെ തോന്നി. ഫിലിംസ് വാച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് റിലേറ്റ് ചെയ്യുക ആ സംഭവവുമായിട്ട് അവർ പറയുന്നത്, അങ്ങനെ 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 കുറച്ച് മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ സ്കൂളിൽ ഹിന്ദി ഉണ്ടല്ലോ നമുക്ക്, പിന്നെ അതിനോടൊരു ഇഷ്ടം വന്നു. പിന്നെ നമ്മുടെ രാഷ്ട്രഭാഷയാണ്, അറിഞ്ഞിരിക്കണം, പഠിക്കണം എന്ന് അപ്പോഴേ തോന്നിയിരുന്നു. അപ്പോൾ ഒരു എന്താ പറയാ ഹിന്ദി വിദുഷിയായിട്ട് മാറുമെന്നങ്ങനെ വിചാരിച്ചു? ഒരിക്കലും ചിന്തിച്ചില്ല കേട്ടോ. അങ്ങനൊന്നും ചിന്തിക്കാതെ ഹിന്ദിയോടൊരു ഇഷ്ടം സംസാരിക്കാൻ വേണ്ടി തന്നെയാണ്, ശരിക്കും സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് പോയി ചേർന്ന് പഠിച്ചത്. പാട്ടുകാരിയാന്ന് വിചാരിക്കാണ്ട് ഇങ്ങനെ പഠിക്കായിരുന്നല്ലേ? ഈ സ്കൂളിലൊക്കെ പാടുമായിരുന്നില്ലേ? പിന്നെ അപ്പോഴെല്ലാം ഉണ്ട്, പക്ഷെ മ്യൂസിക് ഞാനൊരു പ്രൊഫഷണൽ ചിന്തിച്ചിട്ടില്ല. വീട്ടില് മറ്റാരെങ്കിലും സംഗീതം പ്രൊഫഷനാക്കിയിട്ടുണ്ടോ? ചേച്ചി, എന്റെ തൊട്ട് മൂത്ത ചേച്ചി. അല്ല, നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ഇല്ല, ആരും മുൻതലമുറ നമ്മുടെ കുടുംബത്തിൽ ആരുമില്ല, ആരും പാട്ടുകാരായിട്ടും ഇല്ല, ആരുമില്ല. അപ്പം ഇപ്പം എങ്ങനെയാ ഈ സംഗീതം? ചേച്ചി എൻ്റെ മൂത്ത സിസ്റ്ററും പാടും, പക്ഷെ പുറത്തേക്ക് പാടുന്നത് ഞാനും എൻ്റെ തൊട്ട് മൂത്ത സിസ്റ്ററും മാത്രം. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പോൾ ഞാനിങ്ങനെ പല ചാനലുകളിലും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ സംഗീതം എങ്ങനെയോ വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തി ചെറിയമ്മ പറഞ്ഞു, ആരാ നിങ്ങളോട് പറഞ്ഞ് നിൻ്റെ അച്ഛൻ നല്ല അസലായിട്ട് പാടുന്നു? പിന്നെ ഓർത്തെടുക്കുമ്പോഴാണ് കൺമണി, ഇതൊക്കെ പപ്പ എന്നാ ഞാൻ വിളിക്കും, പപ്പ പാടുന്നത് കേട്ടിട്ടുണ്ട്. കരം പിടിച്ചാൽ ആ പാട്ട് പാടി. അപ്പം അതൊക്കെ മേ ബി അച്ഛൻ്റെ അടുത്തുനിന്ന്. അമ്മ അങ്ങനെ പാടില്ല കേട്ടോ, അമ്മ ഒട്ടുമില്ല. പക്ഷെ അമ്മ ഒരു ക്രിട്ടിക്കാണ്. അത് ഈ വിദ്യാജി പാടിച്ച ഈ പാട്ട് പോലും അത് അവിടെ കുറച്ചും കൂടെ ഒന്ന് ശരിയാക്കായിരുന്നു. അമ്മ അത് പറയാം, അമ്മ അതാ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയ്ക്ക് എപ്പോഴും മക്കള് 100% ആയി എന്ന് അല്ല, അതെ തീർച്ചയായും. പക്ഷെ പപ്പ അങ്ങനെയൊന്നും പറയുന്നില്ല, കുറച്ചും കൂടെ നന്നാവട്ടെ. അപ്പൊ ഇതേ കാര്യം ഞാൻ പാച്ചുവിന് എന്ത് പറഞ്ഞാലും അവനിൽ വന്ന് നിൽക്കുകയാണല്ലോ, എന്താ പാച്ചുവിന്റെ നേരെയും പറയുമ്പോഴേ പാച്ചു പറയും എന്തൊക്കെ ചെയ്താലും ഒരു തൃപ്തിയില്ല. ഇത് ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയുടെ നേരെ. ഞാൻ പറയാം, മോനെ ഇത് അമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മൾ രക്ഷകർത്താക്കൾക്ക് ഉള്ള ഒരു അത്യാഗ്രഹമാണ്, അവർ ഇനിയും 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 നന്നാവണം എന്നുള്ള. അങ്ങനെ കുടുംബത്തിൽ അങ്ങനെ പറയാനാണെങ്കിൽ അച്ഛൻ വഴി കിട്ടിയത് തന്നെ ആയിരിക്കാം. അമ്മയുടെ സഹോദരനും അത്യാവശ്യം പാടുമായിരുന്നു. പക്ഷെ എന്നാൽ ആ സമയത്ത് അല്ല, ഞാൻ അതാ ചോദിച്ചേ, ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ചേച്ചി, ഇതാണ് എൻ്റെ പ്രൊഫഷൻ തിരിച്ചറിയുന്ന ഒരു പോയിന്റ്. അത് കല്യാണശേഷം തന്നെയാണ്. കല്യാണത്തിന് ശേഷോ? അതിനു മുമ്പ് ഇവിടുത്തെ വലിയൊരു ലീഡിംഗ് സിംഗർ ആയിരുന്നില്ലേ? പാടാണ് ഞാൻ, പക്ഷേ ഞാൻ പഠിക്കുന്നുമുണ്ട്. പാട്ടിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പോഴെൻ്റെ വീട്ടിലെങ്ങനെയാ വെച്ചാൽ PSC ടെസ്റ്റ് എഴുതണം, ഒരു ജോലി വേണം, അങ്ങനെയുള്ള രീതിയിലാണ് പഠിത്തത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷെ കല്യാണത്തിന് ശേഷം തീർച്ചയായും അപ്പോഴും ഞാൻ അത് വേണ്ട, ഇനി പാട്ട് വേണ്ട, ഇവിടുത്തെ ഇങ്ങനെ അങ്ങനെ മതി എന്നുള്ള ഒരു മട്ടിലായിരുന്നു. പക്ഷെ കണ്ണൻ ചേട്ടൻ ഒരു അക്കാഡമിയിൽ പഠിച്ചാണ്, പക്ഷെ സിംഗിങ് വഴിക്ക് വെച്ച് അങ്ങ് നിർത്തി, ബിസിനസ്സിലോട്ട് മാറി. അപ്പോൾ കണ്ണൻ ചേട്ടൻ്റെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു പാട്ട് കണ്ടിന്യൂ ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ അപ്പോഴാണ് എൻ്റെ എൻട്രി. തീർച്ചയായിട്ടും അത് നമുക്ക് ഭയങ്കര അത്യാവശ്യമല്ലേ ചെയ്തത്. നമ്മൾ കല്യാണത്തിന് ശേഷം നമുക്കറിയില്ല പിന്നെ എന്താണ് നമ്മുടെ സംഗീതത്തിന്റെ ഭാവി എന്ന് നമുക്കറിയില്ല. പലർക്കും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പലരുടെയും പാട്ടൊക്കെ കുടുംബജീവിതത്തിലോട്ട് കടന്നതോടെ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ മുന്നോട്ട് തന്നെ ഇത് ഉന്തി തള്ളി കൊണ്ടുപോയത് വലിയൊരു ഭാഗ്യമാണ്, നമ്മുടെ ഒരു നിയോഗമാണ്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ബാക്കി ഉണ്ടായിരുന്നു, ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ പാടാനും അല്ലേ, ഒരുപാട് സ്റ്റേജുകളിലും ഒക്കെ. പിന്നെയാണ് അത് എനിക്കൊരു ഫുൾ ടൈം പ്രൊഫഷനായി മാറിയതെന്ന് അത് തന്നെ പറയാം. അപ്പൊ കണ്ണൻ ചേട്ടനാണ് ക്രെഡിറ്റ്. കണ്ണൻ ചേട്ടൻ സുഖായിരിക്കുന്നല്ലോ അല്ലേ? എന്തൊക്കെയാണ് പുതിയ ഇപ്പം ഇവന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഇവന്റ്സ് ചെയ്യുന്നുണ്ട്, കോർപ്പറേറ്റ് ഇവന്റും പിന്നെ മാരേജ് പ്രീമിയമും അല്ലാത്തതും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവര് കുറച്ച് പ്രോബ്ലം ഉണ്ട് കാരണം ഞാൻ ആരോഗ്യം ഹെൽത്ത് വൈസ്, പക്ഷെ എന്നാലും
പുള്ളി ഭയങ്കര എനർജി ആയിട്ട് എല്ലാത്തിൻ്റെ മുന്നിലുണ്ട്. അതെ, ചേച്ചിയുടെ ബാക്ക് ബോൺ ആണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ വീണ്ടും ഈ ഓണത്തിന് ഇത്രയും വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ജയ്ഹിന്ദ് TV പ്രേക്ഷകരെ സന്തോഷിപ്പിച്ച ചേച്ചിക്ക് 1000 നന്ദി. പക്ഷെ അങ്ങനെ നന്ദിയും പറഞ്ഞ് അങ്ങ് പോകാൻ വരട്ടെ, നമുക്കൊരു പാട്ടും കൂടെ വേണം. ലാസ്റ്റ് സോങ് പൂവിളി പാടിയല്ലോ. നാഷണൽ ആന്തമാണല്ലോ അല്ലേ, തിരുവോണത്തിന് നാഷണൽ ആന്തം പോലെ. അങ്ങനെ കളിയാക്കണ്ട, നമുക്ക് പാട്ടാണ്, അതൊന്നും അല്ല ഈശ്വര, അങ്ങനെയല്ല. നമുക്ക് വേറൊരു പാട്ട് പിടിക്കാം അല്ലേ? വീണം, അതും ഈ പറയുന്ന എങ്കിലും പക്ഷെ അത് നമ്മൾ അധികം ഈ ഓണമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ ആ പാട്ട്? പൂവിളിയുണ്ട്, ഒരു നാടൻ ലിറിക്സ് ആണല്ലോ മൊത്തത്തില്. ശരി, ഞങ്ങൾ ഇന്ന് വച്ചു മാറുകയാണ്. ഓക്കെ ചേച്ചി, നമുക്ക് ഒരുമിച്ച് പാടാം. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം, കുന്നത്തെ കാവിൽ നീന്നു തേവര് താഴെ എഴുന്നള്ളുന്നേ, ഓലോലം മഞ്ചൽ മൂളി പോരുന്നുണ്ടേ, മൂളി പോരുന്നുണ്ടേ. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം.